വെൽക്കം ടു മൈ ചാനൽ ഡ്രീമി ഡ്യൂ ബൈ മാളു. വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പോൾ ആദ്യം കാണുന്നത് തന്നെ കുഞ്ഞുങ്ങളുടെ പ്രിയപ്പെട്ട എൽസിയും അന്ന എന്ന കാർട്ടൂൺ തീമിൽ വന്നിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷോൾഡർ പെയിനൊന്നും ഇല്ലാത്ത 3 അറകളുള്ള ഒരു ബാഗാണ്. നമുക്ക് ബോട്ടിൽ വയ്ക്കേണ്ട സ്പേസും ഉണ്ട്. നല്ല കംഫർട്ടായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു ബാഗാണ്. അടുത്തത് വന്നിട്ടുള്ളത് കുട്ടികളുടെ ലഞ്ച് കിറ്റാണ്. ഇതും ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് വെള്ളമൊന്നും ലീക്ക് ആവാതെയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ബോട്ടിലൊക്കെ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് ആണ്. ഇതിൽ 2 തട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. മക്കൾക്ക് ചോറും കൂട്ടാനും എല്ലാം സെപ്പറേറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് വന്നിരിക്കുന്നത് മിൽട്ടൻ്റെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോട്ടിലാണ്. ഇത് സിപ്പോട് കൂടിയിട്ടുള്ളൊരു ബോട്ടിലാണ്. അതുപോലെ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. നമുക്കറിയാലോ മിൽട്ടൻ്റെ കമ്പനിയാണ്. അടുത്തത് വന്നിരിക്കുന്ന മിൽട്ടൻ്റെ 350 ml ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ മഗ്ഗാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വിത്ത് ലിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതിൽ ചൂടോടെ തന്നെ ചായ, തണുത്ത പാൽ അങ്ങനെയൊക്കെ നമുക്ക് ഒഴിച്ച് വയ്ക്കാം. അടുത്ത് കാണുന്നത് കറികളൊക്കെ കൊണ്ടുപോകാനും തോരനൊക്കെ കൊണ്ടുപോകാനും പറ്റിയ പാത്രമാണ്. ഇപ്പോൾ ഈ കാണുന്നത് നേരത്തെ നമ്മൾ കണ്ട പോലത്തെ സർക്കിൾ ഷേപ്പിലുള്ളതാണ്. ആ ഷേപ്പ് അതും 2 ഭാഗം വെച്ചിട്ടുള്ളതാണ്. കുട്ടികൾക്ക് ചോറും കൂട്ടാനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്തത് സോഫ്ടെക്കിൻ്റെ ഒരു 20 പീസസ് വരുന്ന ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള ഒരു പേനയാണ്. ഇതിൽ നമുക്കറിയാം 3 രൂപ പേനയാണ്. അത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് കൊണ്ടാണ്. അടുത്ത് കാണുന്നത് നമ്മളൊരു ടാബാണ്. കുട്ടികൾക്ക് പടം വരയ്ക്കാനും എഴുതി പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു ടാബാണ്. ഇതിൽ ഈ ബാക്ക് ബട്ടൺ ഓണാക്കി ഓഫാക്കുകയും ചെയ്യാൻ പറ്റും. നമുക്കിതിൽ എഴുതി ആ ഒരു റൗണ്ട് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി മായുന്നതായിരിക്കും. ഇപ്പോൾ സ്കൂളുകളിൽ തുറക്കുമ്പോൾ കുട്ടികൾക്ക് ഓരോ വൈറ്റ് ഷൂ, ബ്ലാക്ക് ഷൂ ഒക്കെ നിർബന്ധമാണല്ലോ. അപ്പോൾ ബാറ്റയുടെ തന്നെ ഒരു വൈറ്റ് ഷൂ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നല്ല കംഫർട്ടബിളായിട്ട് കുട്ടികൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷൂ ആണിത്. സ്കൂൾ തുറക്കുമ്പോൾ റെയിൻകോട്ടും കുടയില്ലാതെ കുട്ടികൾ സ്കൂളിൽ പോയില്ലല്ലേ. അതുപോലെ തന്നെ ഒരു $1 ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു റെയിൻകോട്ടാണിത്. ഭയങ്കര കംഫർട്ടബിളാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ സ്മോൾ സൈസാണ്. 5 ഇയേഴ്സ് 6 ഇയേഴ്സിനൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നു. അടുത്തത് 2 ടവലാണ്. ലഞ്ച് ബോക്സൊക്കെ സ്നാക്സൊക്കെ നമുക്ക് കവർ ചെയ്ത് ലീക്കൊന്നും ഉണ്ടാവാതെ നമുക്ക് കെയർ ചെയ്ത് കൊടുത്തു വിടാൻ പറ്റുന്ന രീതിയിലുള്ള 2 ചെറിയ ടവൽസാണ്. അടുത്ത് കാണുന്നത് ഒരു നല്ല നേരത്തെ കണ്ട അതേ സെയിം മോഡലിൻ്റെയാണ്. അന്നയുടെയും ഒരു ഫ്രോസൻ്റെയാണ് ഈ ബോക്സ് വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്ന ഒരു 5 പീസ് ഓഫ് കർച്ചീഫാണ്. കുട്ടികൾക്ക് എന്തായാലും കൊടുത്തു വിടേണ്ട മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തതൊരു കുടയാണ്. നമുക്ക് മഴ സമയമാണെന്ന് പറഞ്ഞല്ലോ. അടുത്തതൊരു പൗച്ചാണ്. കുട്ടികൾക്ക് ബോക്സിനുപരി എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് സ്കെച്ച് പെൻ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇടാം. അടുത്തതായിട്ട് സ്പൈഡർമാൻ്റെ ഒരു ബോക്സാണ് വരുന്നത്. ഈ ബോക്സും 2 ഭാഗമാണ് ഉള്ളത്. 3 കമ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. ഇതിൽ നമുക്ക് പെൻസിൽ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള സെറ്റപ്പാണ്. ടൈം ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു മക്കളുടെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ കാർട്ടൂണുകൾ കാണുക, അതുപോലെ തന്നെ ക്രയോൺസ് അടിക്കുക എന്നതൊക്കെ ഓപ്ഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതിനായിട്ട് പറ്റിയിട്ടുള്ള സാധനങ്ങളാണ് ഇനി കാണുന്നത്. ഒരു സെറ്റ് ഓഫ് പെൻസിലിൻ്റെ സാധനങ്ങളാണ് വരുന്നത്. അടുത്തത് വരുന്നത് 2 റബ്ബർ, ഒരു കട്ടർ, ഒരു സ്കെയിലാണ്. അടുത്ത് വരുന്ന സിസേഴ്സ്. നമുക്ക് ബുക്കുകളൊക്കെ പൊതിയാനും സെല്ലോ ടൈപ്പൊക്കെ ഒട്ടിക്കാനും ആവശ്യമായിട്ട് ഒരുപാട് വരുമല്ലേ. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ആ സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്ന ഒരു ഫ്ലവർ പാറ്റേണിലുള്ള 3 കർച്ചീഫുകളാണ് വന്നിരിക്കുന്നത്. ഇതും നല്ല കോട്ടൻ്റെ പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ്. അടുത്ത് വന്നിരിക്കുന്നത് മോട്ടു പത്ലു എന്ന ക്യാരക്ടറിൻ്റെ നെയിം സ്ലിപ്സാണ് വന്നിരിക്കുന്നത്. പഠനത്തോടൊപ്പം തന്നെ പ്രോഡക്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഒരുപാട് പ്രിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങിക്കുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. അടുത്തതായിട്ട് കാണുന്നത് മോട്ടു പത്ലുവിൻ്റെ ഒരു എക്സാം ബോർഡാണ്. ഈ ബോർഡും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനമാണ്. അടുത്തത് കാണുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് നോട്ടൊക്കെ എഴുതാൻ പറ്റും. അടുത്തൊരു സ്റ്റാപ്ലറാണ്. നമുക്ക് എന്തായാലും ബുക്ക് പൊതിയുന്ന സ്റ്റാപ്ലറൊക്കെ ആവശ്യം വരും. അടുത്തതൊരു സിസറാണ്. സിസറും നോർമലായിട്ട് നമ്മളെല്ലാ വീട്ടിലും വാങ്ങും. ഞാൻ വാങ്ങിച്ച ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ നല്ലൊരു ഇത് ഞാൻ മസ്റ്റ് ഹാവ് ആയിട്ട് വാങ്ങിക്കുക എന്ന് പറയുന്നത്. ഇതും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഒരു പേപ്പർ കട്ടാണ്. നല്ല മൂർച്ചയാണുള്ളത്. അതുകൊണ്ട് കുട്ടികളുള്ള വീടുകളിൽ നമ്മൾ പ്രത്യേകം കെയർ ചെയ്യണം. പിന്നെ എന്തായാലും നമ്മൾ പേപ്പേഴ്സൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെവിക്കോളിൻ്റെ പശയും കൂടെ വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ചത് പേപ്പർ ഗ്രിഡിൻ്റെയും ക്യാമലിൻ്റെയും 2 ബുക്കുകളാണ് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളത്. അടുത്ത് വാങ്ങിച്ചത് A4 ഷീറ്റാണ്. 18 GSM ഉള്ള ഇക്കോറൈസ് എന്ന കമ്പനിയിലുള്ളതാണ്. നല്ല പ്രീമിയം ക്വാളിറ്റി പേപ്പേഴ്സാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്കിത് മസ്റ്റായിട്ട് വാങ്ങിക്കാം.